സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും വന്ദേ മാതരം ആലപിക്കണമെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലർ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഇടപെടാതെ സുപ്രീം കോടതി നിർബന്ധിതമായി നടപ്പിലാക്കണമെന്ന് സർക്കുലറിൽ ഇല്ല എന്ന് കാട്ടിയാണ് കോടതി ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചത്. ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, എന്തായിരുന്നു കോടതി എടുത്ത നിലപാട്? പ്രതീക്ഷ, ജനുവരി 28-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവിലാണ് ഈ സ്കൂളുകളിലും അതുപോലെ തന്നെ സർക്കാർ ചടങ്ങുകളിലും വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുഹമ്മദ് സയ്യിദ് നൂറി എന്ന വ്യക്തിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചായിരുന്നു ഈ ഹർജി പരിഗണിച്ചിരുന്നത്. ഈ 2026 ജനുവരി 28-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരുന്ന ഈ സർക്കുലറിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിച്ചിരുന്ന, അതായത് ഇതൊരു ഉപദേശക രീതിയിലുള്ള ഒരു കാര്യം മാത്രമാണ്. അതായത് നിർബന്ധമല്ല, വന്ദേമാതരം ചൊല്ലുക എന്നത് നിർബന്ധമല്ല, മറിച്ച് ഈ സർക്കുലറിൽ ഒരു അഡ്വൈസറി നേച്ചർ ആണ് എന്നാണ് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. വന്ദേമാതരം ചൊല്ലാത്തവർക്കെതിരെ അതിലേതെങ്കിലും തരത്തിലുള്ള ശിക്ഷയോ മറ്റോ ഈ പറയുന്നില്ല എന്നും ഈ ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഹർജിയിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഹർജിക്കാരൻ പറഞ്ഞത് ഇത് അഡ്വൈസറി നേച്ചറിലുള്ള ഒരു സർക്കുലർ ആണെങ്കിൽ കൂടിയും ഈ സാമൂഹ്യമായ ഒരു സമ്മർദ്ദം ഈ വന്ദേമാതരം ആലപിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുമെന്ന് അദ്ദേഹം ഈ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. കാരണം അങ്ങനെ വന്ദേമാതരം ചൊല്ലുന്നില്ല എങ്കിൽ അവർക്കെതിരെ വിവേചനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ അഭിഭാഷകൻ സഞ്ജയ് ഹെഗ്ഡെ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഈ കോടതി കാര്യത്തിൽ, അതായത് ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞത് ഈ സർക്കുലർ മേ എന്ന വാക്ക്, അതായത് വേണമെങ്കിൽ ആകാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ നിർബന്ധിതമായി എന്ന് സൂചിപ്പിച്ചിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചത്.